ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രയംഫിൻ്റെ ബോണവില്ലെ 350 കുറിച്ചാണ്. നിങ്ങളൊരു ക്ലാസിക് ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഈ വർഷം തന്നെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ട്രയംഫിൻ്റെ ബോണവിൽ 350 ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, വണ്ടിയുടെ ഡിസൈനെ കുറിച്ച്, സ്പെക്സിനെ കുറിച്ച്, പ്രൈസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ക്ലാസിക് ബൈക്കിന് നല്ല ഡിമാൻഡ് ഉണ്ട്. എൻഫീൽഡൊക്കെ എത്രത്തോളം സെയിൽസ് ഉണ്ടാക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത്രയും സെയിൽസ് കൈവരിച്ചൊരു ബ്രാൻഡിങ് ആണ് എൻഫീൽഡ് എന്ന് പറയുന്നത്. എൻഫീൽഡിൻ്റെ ബൈക്കിന് ഇന്ത്യയിൽ വലിയൊരു പ്രസക്തി ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഓരോ വർഷം കഴിയുമ്പോഴും ആൾക്കാർ കുറച്ചും കൂടി അപ്ഡേറ്റ് ആകാറാണ്. വണ്ടിയും അപ്ഡേറ്റ് ആയി മാറുന്നുണ്ട്. ഇന്ത്യയിൽ 350cc വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോണ്ടയുടെ ബൈക്കാണ്. എൻഫീൽഡിൻ്റെ ഒരു 350cc ബൈക്കിൻ്റെ ഹൈപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് ഹോണ്ടയുടെ 350cc മോഡലുകളായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്ന ബൈക്കാണ് ഹോണ്ടയുടെ CB 350 RS ഹൈനസ് ഒക്കെ. ഏറ്റവും ടോപ്പ് സെല്ലറായിട്ടുള്ളത് എൻഫീൽഡിൻ്റെ ബൈക്കും പിന്നെയുള്ള ഹോണ്ടയുടെ ബൈക്കുകളാണ്. പിന്നെയുള്ളത് ജാവേൻ്റെ 350cc മോഡലുകളായിരിക്കും. ജാവേൻ്റെ 350cc ബൈക്കുകൾ അത്രത്തോളം ഇന്ത്യയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ട്രയംഫ് കടക്കാൻ പോകുന്നത്. ഇപ്പോൾ ട്രയംഫിൻ്റെ ബോണവില്ലെ 350 ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. ഈ രണ്ട് ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇടയിലായിരിക്കും ഈ ഒരു ട്രയംഫിൻ്റെ മോഡലുകൾ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ട്രയംഫിൻ്റെ ബോണവില്ലെ ഇപ്പോൾ പുറത്ത് ഒരുപാട് മോഡലുണ്ട്. ബോണവില്ലെ 120, 100 ഒക്കെ ഉണ്ട്. ഏകദേശം ഡിസൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബോണവില്ലേൻ്റെ 120 എന്ന് പറയുന്ന മോഡലുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞൻ മോഡലായിട്ട് നമുക്ക് പറയാം. ഒരു ക്ലാസിക് റെട്രോ ടച്ച് നൽകുന്ന ഒരു ഡിസൈനാണ്. ഫ്രണ്ടിൽ ഒരു റൗണ്ടഡ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ടാങ്കിൻ്റെ ഡിസൈനൊക്കെ റെട്രോ ബൈക്കിന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. ലോങ് ഡ്രൈവിങ്ങിനൊക്കെ കുറച്ച് ബെറ്റർ ആയിരിക്കും. എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷിലാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ട് വേരിയൻറ്റ് ചിലപ്പോൾ ഉണ്ടായിരിക്കും, സ്പോക്ക് വീൽ വേരിയൻറ്റും ആലോയ് വീൽ വേരിയൻറ്റും. ഇനി ഹാർഡ്വെയർ ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ കളേഴ്സിൽ UST വരാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ ഡബിൾ ടിൻ ഷോക്കാണ് വരുന്നത്. 17 ഇഞ്ച് വീൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ടാവും. ഡുവൽ ചാനൽ ABS ആണ്. ഇപ്പോൾ ഈ ഒരു ബൈക്കിന് ഫ്രണ്ട് ഡിസ്പ്ലേക്ക് വലത് സൈഡാണ്. ഇപ്പോൾ ട്രയംഫിൻ്റെ സ്പീഡ് 350ക്ക് വെച്ച് നോക്കുമ്പോൾ അതിന് ഇടത് സൈഡാണ് അവർ മാറ്റിയിട്ടുള്ളത്. വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളും റൈറ്റ് ബൈ വയർ ആയിട്ടുള്ള ത്രോട്ടിലും അവർ കൊടുത്തേക്കാം. പിന്നെ ഒരു സെമി ടൈപ്പിൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും 10x10 നാവിഗേഷനും USB ചാർജിംഗ് ബോർഡും ഉണ്ടാവും. ഒരു 170 അല്ലെങ്കിൽ 180 റേഞ്ചിൽ വണ്ടിക്ക് വെയിറ്റ് ഉണ്ടാവും. 800 mm ആണ് സീറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. എഞ്ചിൻ സിമിലർ തന്നെയാണ് നമ്മുടെ 349cc ട്രയംഫിൻ്റെ ഡൗൺ സൈഡ് വേർഷനിലെ എഞ്ചിനായിരിക്കും. 349cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ്. ഒരു 35 to 40 റേഞ്ചിലാണ് പവർ എക്സ്പെക്ട് ചെയ്യുന്നത്. മാക്സിമം ടോർക്ക് ഒരു 30 to 35 റേഞ്ചിൽ ടോർക്ക് ഉണ്ടാവും. 6 ട്രാൻസ്മിഷൻ തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ള 350 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അവർ ട്യൂണിങ്ങിൽ ചെറിയ വ്യത്യാസം കൊണ്ടുവന്നേക്കാം. ഒരു എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം ബേസിൽ 2 lakh അല്ലെങ്കിൽ 2.2 lakh റേഞ്ചിലേക്കായിരിക്കും. നിങ്ങളൊരു ക്ലാസിക് ബൈക്ക് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ വർഷം തന്നെ എന്തായാലും വണ്ടി ലോഞ്ച് ഉണ്ടാവും. ഒരു എക്സ്പെക്റ്റഡ് ലോഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലേക്കായിരിക്കും. ചിലപ്പോൾ അതിന് മുമ്പിൽ തന്നെ വരാനും ചാൻസ് ഉണ്ട്.